തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ രാജ്യം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. രാജ്യത്തെ നിരവധി ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടുകൊള്ള നടന്നു എന്ന ആരോപണത്തിന് വ്യക്തമായൊരു മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലും അട്ടിമറി നടന്നു എന്ന ആരോപണം ഉയർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ ബേലുപൂർ വാർഡിൽ B24/19 എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽ ദാസ് എന്ന ഒരാൾക്ക് 50 മക്കളുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ കാണിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും അതേ മണ്ഡലത്തിൽ വോട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണവുമായി വീണ്ടും കോൺഗ്രസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അനുരാഗ് ഠാക്കൂറിന് വാർത്താ സമ്മേളനത്തിന് വിവരങ്ങൾ നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് എന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറയുന്നത്. കഴിഞ്ഞ ദിവസം അനുരാഗ് ഠാക്കൂർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി എന്ന് ആരോപിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ വലിയ രീതിയിൽ വോട്ട് ക്രമക്കേട് ഉണ്ടായതായാണ് അനുരാഗ് ഠാക്കൂർ ആരോപിച്ചിരുന്നത്. ചില ഉദാഹരണങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹം ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇത് തെറ്റാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി 6 ദിവസത്തിനുള്ളിൽ 6 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ കമ്മീഷൻ അനുരാഗ് ഠാക്കൂറിന് നൽകി എന്നാണ് പവൻ ഖേര പറയുന്നത്. മഹാദേവ്പുരിയിലെ വിവരങ്ങൾ രാഹുൽ ശേഖരിച്ചത് 6 മാസം കൊണ്ടാണ്. പ്രതിപക്ഷം ആവർത്തിച്ചു ചോദിച്ചിട്ടും നൽകാത്ത ഇലക്ട്രോണിക് വോട്ടർ പട്ടികയാണ് കമ്മീഷൻ ലഭ്യമാക്കിയത് എന്നും പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ വോട്ടർ പട്ടിക പുറത്തുവിടാൻ കമ്മീഷനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നുമാണ് പവൻ ഖേര പറഞ്ഞത്. എന്നാൽ വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഹുൽ ഗാന്ധിയോട് വീണ്ടും തെളിവ് ചോദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വോട്ട് ചോരി പ്രയോഗം വോട്ടർമാരെ ആകെ അപമാനിക്കുന്നതാണ് എന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. ഇരട്ട വോട്ടുകളിൽ തെളിവുണ്ടെങ്കിൽ എത്രയും വേഗം ഹാജരാക്കാനാണ് രാഹുൽ ഗാന്ധിയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെറ്റായ പ്രചരണം നിർത്തണം, വോട്ട് ചോരി പ്രയോഗം വോട്ടർമാരെ ആകെ അപമാനിക്കുന്നതാണ്, അത് നിർത്തണമെന്നും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഞായറാഴ്ച തുടങ്ങി സെപ്റ്റംബർ 1 വരെ നീളുന്ന വോട്ട് അധികാർ യാത്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തുറന്നു കാട്ടാനാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 65 ലക്ഷം പേരെ ഒഴിവാക്കിയ ബീഹാറിലെ ഗ്രാമങ്ങളിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം തേജസ്വി യാദവുമായി എത്തി നിജസ്ഥിതി വിശദീകരിക്കും. സെപ്റ്റംബർ 1 പട്നയിൽ മഹാറാലിയും നടത്തും. അങ്ങനെ രാജ്യവ്യാപകമായി മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തുറന്നു കാട്ടാൻ ഇത്തരമൊരു വലിയ പ്രചാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ജനങ്ങളിൽ സംശയം ജനിപ്പിച്ച് കമ്മീഷനെ പുകമറയിൽ നിർത്താനുള്ള നീക്കം BJPയെയും ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. രാഹുലിന്റെ കൃത്യമായ കണക്ക് നിരത്തിയുള്ള ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാത്തത് എന്താണ് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്.